പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ശരിക്കും തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തോ ഒരു പുതിയ സാധനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നുള്ളത്. ശരിക്കും ഫയർഫോക്സിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സൈക്കിള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതിന് ഡീറൈലേഴ്സ് ഇല്ല, പിന്നെ അതുപോലെ തന്നെ ഫ്രീ വീലോ കെസറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹാങ്ങേഴ്സ് വരുന്നില്ല. ഗിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബൈസൈക്കിളിനകത്ത് വരുന്നില്ല. മറിച്ച് ഒരു ഹബ്ബും അതുപോലെ തന്നെ നല്ല കിടിലം ഒരു ഷിഫ്റ്ററുമാണ് വരുന്നത്. അപ്പോൾ ഷിഫ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് പണ്ടുള്ള ഗിയർ വരത്തില്ല, റിവോ ഷിഫ്റ്റർ നമ്മൾ പറയുമല്ലോ, പഴയ റിവോ ഷിഫ്റ്റർ. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഗിയേഴ്സ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്താണ്. വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്കിത് പോകും. അതുപോലെ തന്നെ നമ്മളിത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഇമേജ് കാണാൻ പറ്റും. ക്ലൈംബ് കയറുന്ന സമയത്ത് നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ക്ലൈംബ് കയറുന്നത്. അപ്പോൾ ഈ ക്ലൈംബ് കയറുമ്പോൾ ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുക, ഫ്ലാറ്റ് റോഡ് വരുമ്പോഴത്തേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. enviolo എന്ന് പറയുന്ന ഹബ്ബാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 15 ഇയേഴ്സിന് മുകളിലായിട്ടുള്ള ഒരു ഹബ് ഗിയർ സിസ്റ്റമാണ്. ഇത്രയും സ്മൂത്തായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ പഴയ ഹബ്ബ് സൈക്കിളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, 3 സ്പീഡ് ഹബ് ഗിയറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇത്രയും സ്മൂത്ത് അല്ല, ഇത്രയും കംഫർട്ടും കിട്ടത്തില്ല. അപ്പോൾ നമുക്കിനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു enviolo ടെക്നോളജിയിൽ ഈ റിവോ ഷിഫ്റ്റേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഈ ഹബ്ബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ്. ശരിക്കും സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റർ ഞെക്കുന്നു, അപ്പോഴത്തേക്കും ചെയിൻ ഓരോ കാസറ്റുകൾ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രീ വീലിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കേബിൾസാണ് വരുന്നത്. ഒരു ഷിഫ്റ്ററിൽ നിന്ന് തന്നെ 2 കേബിൾസ് വരുന്നു. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതും ഒരെണ്ണം എന്ന് പറയുന്നത് ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ളതുമാണ്. അപ്പോൾ ഈ 2 കേബിൾ ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാനറ്ററി സിസ്റ്റമാണ്. പ്ലാനറ്ററി സിസ്റ്റം എന്നുള്ള ടെക്നോളജിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ശരിക്കും വണ്ടികളിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേബിൾ അപ്പ് ചെയ്യുകയും ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ബോൾസിൻ്റെ വേരിയേഷൻ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്രിക്ഷൻ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോഫ്റ്റ് ആക്കുകയും ഹാർഡ് ആക്കുകയും ചെയ്യുന്നത് ആ ഒരു ബോൾസിൻ്റെ മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരിക്കലും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയല്ല. പെർഫോമൻസ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്പീഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ കാണും. അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റിയൊരു ഓപ്ഷനേ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ സിംഗിൾ ക്രാങ്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് മറ്റതിൻ്റെ അകത്ത് കിട്ടുന്ന അത്രയും ഓപ്ഷൻസ്, സ്പീഡോ കാര്യങ്ങളോ ഞാൻ നോക്കിയിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് കിട്ടത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്കിനി ബേസിക്കലി നമ്മളെപ്പോഴും സാധാരണ സൈക്കിൾ റിവ്യൂ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ബേസിക്കലി വരുന്നത് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് 18 ഇഞ്ച് ഫ്രെയിമാണ് വരുന്നത്. അതുപോലെ 6061 ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അലോയ്സ് വരുന്നത്. ഇനി ഇതിൻ്റെ പെയിൻറ്റ് ഫിനിഷും അതുപോലെ തന്നെ ഗ്രാഫിക്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ബ്ലാക്കിൻ്റെ അകത്ത് നല്ല രസമുള്ള രീതിയിലാണ് ഗ്രാഫിക്സും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫയർഫോക്സിൻ്റെ ലോഗോ ബ്ലാക്കിൻ്റെ അകത്ത് ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വെൽഡിങ്ങും കാര്യങ്ങളും നമുക്ക് സാധാരണഗതിയിൽ ഫയർഫോക്സിൻ്റെ സൈക്കിളിനകത്ത് ഒരു 25,000-30,000 റേഞ്ചിലുള്ള സൈക്കിളിനകത്ത് കാണുന്ന പോലെ തന്നെയുള്ള വെൽഡിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് ഈ ഒരു സൈക്കിളിലും കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ കേബിൾ റൂട്ടിംഗ് ആണ്. ഒരുപക്ഷേ 50,000 രൂപ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഹബ്ബിനാണ് മെയിനായിട്ടും കൂടുതൽ കോസ്റ്റ് വന്നിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ ഹാൻഡിൽ ബാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ സീറ്റ് പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ കാര്യങ്ങളെല്ലാം വരുന്നത് അലോയ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഷോക്കാണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് SR Suntourൻ്റെ XCT ഹൈഡ്രോളിക് ലോക്കൗട്ട് വരുന്ന ഷോക്കാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ റിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡബിൾ വാൾ അലോയ് റിംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫയർഫോക്സിൻ്റെ തന്നെ ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ 27.5 × 2.10 എന്നുള്ള സൈസിലുള്ള ടയറാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന ഹബ്ബ് എന്ന് പറയുന്നത് നമുക്ക് ബെയറിംഗ് ടൈപ്പ് ഹബ്ബാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൊമാക്സിൻ്റെ ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. എന്നാൽ നമുക്ക് റിയറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബ്രേക്കാണ് വരുന്നത്. C-Star എന്ന് പറയുന്ന കമ്പനിയുടെ വി ബ്രേക്ക് സിസ്റ്റമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിന് നമ്മൾ പവർ ബ്രേക്ക് സിസ്റ്റം എന്നും പറയും. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫയർഫോക്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30,000 അല്ലെങ്കിൽ 25,000 റേഞ്ചിലുള്ള വണ്ടിയിൽ കാണുന്ന പോലെ തന്നെയുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിലും കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ ക്രാങ്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ ക്രാങ്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് 40 ടീത്തുള്ള ക്രാങ്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയിൻ വരുന്നത് KMCയുടെ ചെയിനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രീ വീൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് CVT കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഫ്രീ വീലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അത് 18 ടീത്തുള്ള ഫ്രീ വീലാണ് വരുന്നത്. നമുക്കിപ്പോൾ റൈഡ് ചെയ്ത് തന്നെ നോക്കാം. കാര്യം ക്ലൈംബും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതുവരെ ഈ വണ്ടിയിൽ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലൈംബ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ഫ്ലാറ്റ് റോഡിൽ കൂടെയാണ് റൈഡ് ചെയ്യുന്നത്. ഫ്ലാറ്റ് റോഡിൽ കൂടെ റൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് പറയുന്നത്,
ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്ലാറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇടുന്നത്. ഈ ഫ്ലാറ്റ് ഓപ്ഷൻ ഇടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ സ്പീഡ് സൈക്കിൾ ഓടുന്ന അതേ ഒരു ഫീലിലാണ് ഇപ്പം വണ്ടി പോകുന്നത്. ശരിക്കും കാലിൽ നമുക്ക് നല്ല എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഇനി തൊട്ടടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൈമ്പാണ് വരുന്നത്. അപ്പോൾ ആ ക്ലൈമ്പ് ഒന്ന് കയറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്ലൈമ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമ്പ് കയറുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ശരിക്കും എന്താണ് പറയുന്നത്, നമ്മൾ നോർമൽ ഗിയർ സൈക്കിളിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ ക്ലൈമ്പ് കയറുന്ന അതേ എഫേർട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ സ്മൂത്താണെന്ന് വേണേൽ പറയേണ്ടിയിരിക്കുന്നു. സൈക്കിൾ വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഞാൻ ശരിക്കും ഏറ്റവും ഹൈ എൻഡ് ഓപ്ഷനിലേക്ക് ഇട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ഏറ്റവും ഹൈ എൻഡ് ഓപ്ഷനിൽ വന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ കാലിൻ്റെ റൊട്ടേഷൻസ് കാണും മനസ്സിലാവും. ഒട്ടും എഫേർട്ടില്ല, വളരെ സ്മൂത്താണ് റൈഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ തിരിച്ചിറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലാറ്റ് റോഡിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് ആ ഓപ്ഷനിലിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ വണ്ടിക്ക് നല്ല പിടുത്തത്തിലാണ് ഓരോ കാല് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല സ്മൂത്തായിട്ടാണ്. സോ ഇപ്പം നമ്മൾ റൈഡ് ചെയ്തു, അതുപോലെ തന്നെ ക്ലൈംബ് ചെയ്തു നോക്കി. ഭയങ്കര ക്ലൈംബൊന്നും അല്ല, എന്നാലും നമുക്കിവിടെ കിട്ടാവുന്നില്ല. ആലപ്പുഴയിൽ ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ നല്ലൊരു ക്ലൈംബ് നമ്മൾ ചെയ്ത് നോക്കി. ക്ലൈംബ് ചെയ്തിടത്തോളം വണ്ടി നല്ല പെർഫോമൻസ് ആണ്, ഭയങ്കര സ്മൂത്താണ്. ഷിഫ്റ്റിങ് ഭയങ്കര സ്മൂത്താണ്. ഷിഫ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും നമ്മൾ കൈ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോവാണ്. വളരെ സ്മൂത്താണ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ശരിക്കും ലോ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ ബേസിക്കലി നമ്മുടെ ഗിയർ സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് കോമ്പോണൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റർ വരുന്നു, അതുപോലെ തന്നെ ഒരു ഹബ് ഗിയർ വരുന്നു. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല കമ്പനി അവകാശപ്പെടുന്നത് ഏറ്റവും ലോ മെയിൻ്റനൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 51,000 റുപ്പീസാണ് ഈ ഒരു വണ്ടിയുടെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കാം, ഇത്രയും സാധനങ്ങളല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50,000 റുപ്പീസ് റേഞ്ചിൽ നമുക്ക് ഒരു അലീവിയോ ഗ്രൂപ്പ് സെറ്റുള്ള വണ്ടി കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഹൈ സ്പെക്കുള്ള ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കും ഒക്കെയുള്ള വണ്ടികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇൻ്റർനാഷണൽ ബ്രാൻഡിന്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഫയർഫോക്സ് ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കിയിട്ട് ഇത് എത്രത്തോളം സെല്ല് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാകാം. ഈവൻ എനിക്കും ഈ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് 50,000 രൂപയുടെ അവതാർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചോദ്യമുണ്ടായി. പക്ഷേ നമ്മൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് വളരെ കുറച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് വരാൻ സാധ്യതയുള്ളൊരു വണ്ടിയാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു ഇൻറ്റേർണൽ ഹബ് സിസ്റ്റം അല്ലെ ഇൻറ്റേർണൽ ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് മെയിൻ്റനൻസ് വരുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ആ ഒരു ഇപ്പം നമുക്ക് ഓഫീസിൽ പോകുന്നവർക്ക്, അതല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, സൈക്ലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, അവർക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലൈമ്പിൻ്റെ കാര്യത്തിലും വണ്ടി ഒട്ടും പുറമോട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് എനിക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റി. ഇതിലും നല്ല കയറ്റങ്ങൾ നമുക്ക് ആലപ്പുഴ ആയതുകൊണ്ട് ചെയ്ത് നോക്കാൻ ഇപ്പോൾ സമയമില്ല. അതുമാത്രമല്ല നമുക്കത് വണ്ടിയും കൊണ്ട് പോകേണ്ടതും കാര്യങ്ങളുമൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തുള്ള ക്ലൈമ്പിലേക്കൊക്കെ പോയി ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പറ്റാത്തത്. ശരിക്കും ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് റൈഡ് ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലാതെ BRM അതുപോലുള്ള ഇവൻറ്റുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരല്ല, എന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കുറച്ച് റൈഡൊക്കെ ചെയ്യണം, ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ശരിക്കും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് പോലും എടുത്തു കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കുട്ടികൾക്കൊരു വണ്ടി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ തന്നെ കാണുന്നതാണ്, നമ്മൾ കടയിൽ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഡീറൈലർ ഓടിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് ഹാങ്ങർ ഓടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോ സമയത്ത് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ 30,000 രൂപ കൊടുത്ത് വണ്ടികൾ കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡീറൈലറിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല, ഹാങ്ങറിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല, ഗിയർ ട്യൂണിങ്ങിൻ്റെ പ്രശ്നമില്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ നോർമലി ഒരു സിംഗിൾ സ്പീഡ് സൈക്കിൾ എങ്ങനെയാണോ റൈഡ് ചെയ്യുന്നത് അതേ ഒരു ലാഘവത്തോടുകൂടി നമുക്ക് റൈഡ് ചെയ്യാം, എന്നാൽ ഒരു അടിപൊളി ഗിയർ സൈക്കിൾ. അപ്പോൾ ഇത്രയുമാണ് ഫയർഫോക്സിൻ്റെ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു enviolo ടെക്നോളജിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന നോളജ് കൂടി നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. കാര്യം enviolo സിസ്റ്റം എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയത്തില്ല, ഞാനും പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നാസർ സൈനിങ് ഓഫ്.